കഴിഞ്ഞില്ലേ? ആരുമില്ല. ഇല്ലില്ല, ആരുമില്ല, എല്ലാവരും പോയി. ആ രാവിലത്തെ തള്ളു കണ്ടപ്പോൾ ഞാൻ ഓർത്തേ മുഴുവൻ ബൾബും കാലിയാവുന്നു. കുഴപ്പമില്ല, ഭക്ഷണം കഴിഞ്ഞിട്ട് മതി. സൂൻ സാറേ, ഈ ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ ചെക്കനോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, 2 പെട്ടി വീട്ടിലേക്ക് കൊടുത്തു വിടാല്ല. അത് എടുത്തു വെച്ചിട്ടുണ്ടെന്നേ. ഇതെന്റെ മോൻ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ എടുത്തിട്ടാണ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. എനിക്ക് സേഫലൊന്നും വേണ്ട കേട്ടാ, കാശ് കിട്ടിയാ മതി. പിന്നെ മറ്റേ അവകാശപ്പെട്ടോ എന്ന് പറഞ്ഞ അലമ്പുണ്ടാക്കില്ലേ റോയി, ഞാൻ ഡാമേജാണ് എടുത്തു കൊടുത്തത്. നീ വേണ്ടാത്തൊരു പരിപാടിക്ക് ഇല്ലാന്ന് ഇയാളെ എപ്പോഴും ചൊറയാണ്. ഞാനത് നോക്കി വെച്ചേച്ചി ഇങ്ങനത്തെ അവന്മാര് വരും പറഞ്ഞു കൊടുക്കാൻ മാറ്റി വെച്ച്. വാ കഴിക്കാൻ, എനിക്ക് വിശന്നിട്ട് പാടില്ല. പിന്നെ കഴിക്കണല്ലേ? പിന്നെ വാ വിശക്കണം. അതെ, ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പോഴേ ഞങ്ങള് ഭക്ഷണത്തിന് നിർത്തി. ഇനി ഭക്ഷണം കഴിഞ്ഞിട്ടേ ഒരു 3 മണിക്ക് ശേഷം വരും കേട്ടാ. അല്ല, എന്താ ഇങ്ങള് പറഞ്ഞത്? ഞാൻ ഇപ്പൊ ഇങ്ങള് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയപ്പോ ഒരേ പറഞ്ഞപ്പോ എടുത്തിട്ട് വന്നാണ്. ഇതൊക്കെ കാലത്ത് തൊട്ടിരുന്ന് കൊടുക്കാണെന്നില്ലേ ഞങ്ങള് മനുഷ്യരല്ലേ. നിങ്ങൾ ഒന്ന് ശരിയാക്കി തരേ. ഇനി ഇവിടെ കുത്തിരിക്കാ പറഞ്ഞ അതിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാര്യതാ കൂടി നോക്കി. ഞാൻ ഒരാളല്ലേ ഉള്ളു, ഒപ്പം പോവും. ഇതൊക്കെയാണ് ഇത്. നിങ്ങളിത് കുറെയൊക്കെ മനസ്സിലാക്കണം. അല്ല, അതെ, അത് മനസ്സിലായി. ഒപ്പിടും. ഹംസല്ല എന്റെ പേര് കോയാതാണ്. അല്ല, അപ്പൊ ഹംസയുടെ പേരില്ലല്ലോ റേഷൻ കാർഡിലെ. എന്തിനാ ഹംസയുടെ പേര് റേഷൻ കാർഡിൽ? എന്റെ മക്കളുടെ എന്റെയും പേര് പോലെ. അതല്ല, ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ ഇത് ഹംസയുടെ പേരിലാണല്ലോ കണക്ഷൻ. അത് പഴയ പുരയുടെ വാങ്ങിയാണ്. അപ്പൊ അതിലുള്ളതാണ്. ഒന്ന് നോക്കാക്കണ്ട, അത് പഴയതാണ്. അപ്പൊ ഇത് നിങ്ങളുടെ പേരിലേക്ക് ആക്കിയില്ലേ? അങ്ങനെ ആക്കണോ? അപ്പൊ ഈ വീടൊക്കെ വാങ്ങുമ്പോഴേ ആധാരൊക്കെ നിങ്ങളുടെ പേർക്ക് ആക്കിയോ? അതൊക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഓണർഷിപ്പും നിങ്ങളുടെ പേരിലാക്കണം. അതങ്ങനെ ആക്കണോ? ഇത് ഇങ്ങോട്ട് ആക്കിയത് എന്റെ പണികളല്ലേ? അല്ല, എന്നാ പിന്നെ അതൊന്ന് വേഗം ആക്കിക്കോളി. ഇനിയിപ്പോ അതിനായിട്ട് 2ാമത് നടക്കണ്ടല്ലോ. അല്ല, അത് ഞാനല്ല ആക്കാൻ. അതിന് കുറെ പണിയുണ്ട്. അതിന് കുറെ പേപ്പറൊക്കെ റെഡിയാക്കാണ്ട് കേട്ടാ. അതാക്കി കഴിഞ്ഞാലാണ് ഇതുപോലത്തെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്താ ഈ പറഞ്ഞ ആധാരം നമ്മുടെ പേരിലാക്കുമ്പോ പിന്നെ ഇപ്പൊ അതിന്റെ മുകളിലുള്ള ഒരു കറണ്ട് ഇപ്പൊ നമ്മുടെ പേരിലേക്ക് വേറെ ആക്കണോ? അല്ല, ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് വീടൊക്കെ നിങ്ങളുടെ പേരിലായിട്ടുണ്ടാവാം. പക്ഷെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അറിയണം കറണ്ടിന്റെ ഓണർ ആരാന്ന്. എന്താ സാറേ, അപ്പൊ ഈ ഒരു കൊല്ലായിട്ട് ഞങ്ങള് കറണ്ട് അടച്ചപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അതിപ്പോ ആരടച്ചെന്ന് അറിയില്ലോ. ഇനിയിപ്പോ ഹംസ വന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയാ? ഞങ്ങൾക്ക് അറിയോ ഹംസാരാ കോയാരാന്ന്? എന്താ കാട്ടുണ്ട്? എത്രയും പെട്ടെന്ന് അത് മാറ്റിട്ട് ഓണർഷിപ്പ് മാറ്റിട്ട് വരും. ചെറുത്തൊരു ഹാലാക്കാൻ നോക്കിയാ പെൺകുട്ടി കാണിക്കണ ഓരോ പണികള്. എന്താ ഞാൻ അപ്പൊ അതും കേട്ട് ഇങ്ങോട്ട് പോന്ന്. അല്ല, ഞാൻ എന്താ അവിടെ തലമുത്തി നിൽക്കുക? ബൾബ് മേടിച്ചോണ്ട് വരണ്ടേ? എന്റെ കുട്ടി അവിടെ ഓണർഷിപ്പ് മാറ്റിയാലാണ് അവര് ബൾബ് തരുള്ളൂ എന്ന് പറഞ്ഞാ പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് പേര് മാറ്റിയിട്ട് ബൾബും കൊണ്ടുവരണോ? ഏടി, അത് അങ്ങനെ കിട്ടൂലാന്ന്. അത് അങ്ങനെ ഇങ്ങനെ കിട്ടൂല. അതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കിട്ടുമൊന്നുമില്ല, കുറച്ച് നടക്കണോ അതിന്. ഈ അവിടെ വന്ന് ഈ ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ വിവരം എന്താന്ന് അറിഞ്ഞിട്ട് വന്ന ആളാ. എന്റെ പ്രാന്ത് എന്താന്ന് എനിക്ക് അറിയില്ല. ഈ വെറുതെ വെറുതെ ഇങ്ങനെ കുത്തിതാക്കാൻ നിൽക്കണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി ശരിയായിക്കോളാം, പാപ്പ പോണ്ട. എന്താ ഈ പറയണേന് ഞാൻ പോവാ. ഈ ഒരു പോക്കങ്ങോട്ട് പൂഞ്ഞിപ്പെടുന്നു കേട്ടോ. ആ കാര്യം പറഞ്ഞാലേ ഞാൻ പോയിക്കോളാം നാളെ. അതിലാക്കില്ല ഒരു ബൾബും KSEB. അത് പറഞ്ഞാൽ പോരായിരുന്നു. എന്താ പറയണ റബ്ബെ, ഒരു ആവശ്യമില്ലാത്ത നടപ്പാണ് ഞാൻ ഈ നടക്കണത്. വല്ല കാര്യമുള്ള കാര്യമാണ് അത്.